നമസ്കാരം. അമേരിക്ക എന്തിനാണ് ഇറാനെ പോയി ആക്രമിക്കുന്നത്? അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ വേണമെങ്കിൽ ഇസ്രായേലിന് ആയുധം കൊടുക്കാം, അല്ലെങ്കിൽ ഇസ്രായേലിന് മറ്റെല്ലാ സഹകരണം ചെയ്തു കൊടുക്കാം. അമേരിക്ക നേരിട്ട് ഇറാനെ അടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയാണോ? ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നതിന് 4 കാരണങ്ങൾ പ്രത്യക്ഷത്തിലുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രത്യക്ഷത്തിൽ 4 കാരണങ്ങൾ, 3 കാരണങ്ങൾ പ്രത്യേകിച്ചും. ഒന്ന്, അവർക്ക് കിട്ടുന്ന ബോണസാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇറാന്റെ കയ്യിൽ യുറേനിയം ഉണ്ട് എന്ന ഇന്റർനാഷണൽ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഒരു കണ്ടെത്തൽ വന്നതായിട്ടുള്ള ഒരു വാർത്തയാണ്. കഴിഞ്ഞ മെയ്യിലാണ് അത്തരത്തിലൊരു വാർത്ത വന്നത്. ആ വാർത്ത വന്നതിന് ശേഷം അമേരിക്കയ്ക്ക് കിടക്കപ്പുറതിയില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങൾക്കൊന്നും അണവായുധങ്ങൾ ഉണ്ടാവാൻ പാടില്ല. തങ്ങൾക്ക് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പേടിയാണ് അമേരിക്കയ്ക്ക്. അതായത് മറ്റു രാജ്യങ്ങൾക്ക് അവർ സൈനിക ശക്തിയായി മാറുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടാണ്. 2 കാരണങ്ങളാണ് അതിന്. ഒന്ന്, അവരുടെ ആയുധ കച്ചവടം നടക്കില്ല. അവർ സൈനിക ശക്തിയായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ആക്രമിക്കാൻ പറ്റില്ല. അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടാലോ? മനസ്സിലായില്ലേ? ആണവം ആയുധം കൊണ്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് മുമ്പ് നമ്മുടെ ലോകത്തിന് മനസ്സിലായതാ. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇട്ടാലോ? നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നിടുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇറാനിൽ കൊണ്ടുവന്നിടാം, ഇസ്രായേലിൽ കൊണ്ടുവന്നിടാം, വേണമെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നിടാം. ഇവരുടെ കയ്യിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. എന്നാൽ ഇവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിടാൻ പറ്റും. നേരെ തിരിച്ചവിടെ കൊണ്ടുവന്നിടൂലേ? അവിടുത്തെ ജനതയും അത് അറിയേണ്ടി വരുമല്ലോ. അപ്പോ ഇത്തരത്തിലൊരു ആണവ ആയുധം ഒരു കാരണവശാലും മറ്റു രാജ്യങ്ങൾ ഉണ്ടാകരുത്. ഇറാന്റെ പക്കൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ യുറേനിയം ഉള്ളത് കൊണ്ട് അത് ആ രീതിയിൽ സെറ്റാക്കി കൊണ്ടുവന്ന ഒരു ആണവ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കളി നടക്കില്ല. ആ കളി നടക്കാത്തതിന് മറ്റ് 2 കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും അത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എണ്ണയാണ്. ഇറാൻ എണ്ണ കൊണ്ട് സമ്പുഷ്ടമാണ്. എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അത്രത്തോളം എണ്ണ അവിടെ ഉണ്ട്. അവർക്ക് വേണമെന്നതിനും വേണ്ടാത്തതിനൊക്കെ എണ്ണയുണ്ട്. വേണമെങ്കിൽ ഒരു കുളിക്കാനോ ഇനി കഴുകാനോ വിറക്കാനോ ഒക്കെ എണ്ണയുണ്ട്. അത്രത്തോളം എണ്ണയുണ്ട്. ആ എണ്ണയുടെ ബഹുഭൂരിപക്ഷവും വാങ്ങിക്കൊണ്ട് പോണത് ചൈനയാണ്. ഇവിടെയാണ് അമേരിക്കയ്ക്ക് വീണ്ടും കട്ടക്കലിപ്പ് വരാൻ കാരണം. കാര്യം ചൈന അത്രയധികം എണ്ണ വാങ്ങുന്നതിലല്ല. ചൈന എണ്ണ വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കുന്ന കറൻസി എന്ന് പറഞ്ഞ ഡോളറല്ല. അമേരിക്കന്റെ ആഗ്രഹം എന്താ? ഈ ലോകത്തുള്ള സകല വ്യാപാരവും നടക്കേണ്ടത് ഡോളറിലാണ്. ഇപ്പൊ നമുക്കറിയാം, ചില രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആ രാജ്യം ഡോളറുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളോട് ചോദിക്കുന്ന ഡോളറുണ്ടോ എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചേക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിൽ ഒരു ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ആരിൽ നിന്ന് സാധനം വാങ്ങിക്കോട്ടെ, ആർക്ക് കൊടുത്തിട്ട് കുഴപ്പമില്ല, ഇടപാട് ഡോളറിൽ നടക്കണം. പക്ഷെ ഇവിടെ അതല്ല നടക്കുന്നത്. ഇറാൻ ചൈനയ്ക്ക് എണ്ണ കൊടുക്കുന്നത് യുവാനിലാണ്, ചൈനീസ് കറൻസിയിലാണ്. അതുപോലെ ഈ ഇറാന് സാധനങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട്. അത് ആ കറൻസി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് വിനിമയം നടക്കുന്നത്. കാരണം അവർ തമ്മിലുള്ള ഇടപാട് യുവാനിൽ നടക്കുന്നത്, ചൈനീസ് കറൻസിയിൽ നടക്കുന്നതിനോട് ഇറാനും കുഴപ്പമില്ല, ചൈനയ്ക്കും കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ചൊറിച്ചിൽ വരും. കാരണം ഏറ്റവും കൂടുതൽ എണ്ണ വ്യാപാരം നടക്കുന്നിടത്ത് ഡോളറിന് പ്രവേശനമില്ല. ഡോളറിനെ മാറ്റി നിർത്തിയേക്കാണ്. കലിപ്പുണ്ടാകാൻ ചോദിക്കണോ? ഇതേ വിഷയം തന്നെയാണ് ഇന്ത്യയോടും ഉള്ളത്. കാര്യം ഇന്ത്യയിൽ അറിയാമല്ലോ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇന്ത്യയും ഒക്കെ ചേർന്നിട്ട് ഇന്ത്യൻ രൂപയിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ ഏതെങ്കിലും ഒരു കറൻസിയിലോ വിനിമയം നടത്താൻ ഡോളറിന് ബദലൊരു സംവിധാനം കൊണ്ടുവരാന്നുള്ള നിർദ്ദേശം വന്നപ്പോൾ ആർക്കാ അതുകൊണ്ട് അടിയിട്ടണേ? അമേരിക്കയ്ക്കല്ലേ? അമേരിക്കൻ ഡോളറിനല്ലേ? ഡോളറിൽ ഇടപാട് നടത്തേണ്ട സ്ഥാനത്ത് ഡോളറിന് ബദൽ മറ്റൊന്നും ഇവിടെ കൊണ്ടുവന്നാൽ ഇനി അതിലെങ്ങാനും ഇടപാടുമല്ലോ നടന്നാലോ? അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രംഗത്തു കൂടിയുള്ള പിടി നിന്നുപോകും, നിലച്ചു പോകും. അത് സഹിക്കാൻ പറ്റുമോ? അപ്പോ ഇന്ത്യയോട് സ്വാഭാവികമായിട്ടും അവിടെ തന്നെ കലിപ്പുണ്ട്. ഏതായാലും ഡോളർ മേൽ വ്യാപാരം നടക്കാത്തത് അമേരിക്കയ്ക്ക് ഭൂഷണമല്ല, അമേരിക്കയ്ക്ക് ഇത് ഇഷ്ടപ്പെടില്ല. പിന്നെ ഉള്ളത് ഏതാണ്ട് 30% ഈ കച്ചവടം നടക്കുന്ന ഒരു കടലെടുക്കുണ്ട്, ഹോർമൂസ് കടലെടുക്ക്. ആ കടലെടുക്ക് ഇന്ന് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ആ കടലെടുക്കൽ ഈ 30% വ്യാപാരം നടക്കുമ്പോൾ ഡോളറിലായാലും അത് ദിനാറിലായാലും ദിർഹത്തിലായാലും യുവാനിലായാലും ഏതിലായാലും ആർക്കും അതിന്റെ മെച്ചം വരണേ? ഇറാനാണ്. അതായത് അമേരിക്കയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തുള്ള സകല രാജ്യങ്ങളും തന്റെ കറൻസി ഉപയോഗിക്കണം. തങ്ങളുടെ കറൻസി അല്ലെങ്കിൽ കറൻസി മെയിൻ കറൻസി ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ അവരെല്ലാം തങ്ങളിൽ നിന്ന് ആയുധം വാങ്ങണം. അവരെല്ലാം തങ്ങളുടെ സർവീസ് വാങ്ങണം. അവരെല്ലാം തങ്ങളുടെ അധീനതയിലായിരിക്കണം. ഇങ്ങനെയാണ്. അവരുടെ അധീനതയിലല്ലാത്ത മറ്റെന്തും അവരുടെ ശത്രുതയാണ്, അല്ലെങ്കിൽ അവർക്ക് കണ്ടുകൂടാത്തതാണ്. അതിനെയൊക്കെ എതിർക്കുന്ന ഒരു ശീലം അമേരിക്കയ്ക്കുണ്ട്. അത് പണ്ട് മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് കടലെടുക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് നിയന്ത്രണത്തിൽ വെക്കണം. അത് ഇറാൻ തടസ്സമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കുന്നത് ഇസ്രായേൽ ആണെങ്കിലും അത് അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേലിനെ കൊണ്ട് അടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു കുറുക്കം ബുദ്ധിയാണ്. ഈ ബോംബ് ഇറാൻ ഇടുന്ന ബോംബുകളൊക്കെ ചെന്ന് വീഴുന്നവിടെ, മിസൈലും അതും ഇതൊക്കെ ചെന്ന് വീഴുന്നവിടെ ഒക്കെ ഇസ്രായേലിലാണ്. ആ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത് ഇസ്രായേൽ ജനത. ഇതുവരെ ഉണ്ടായ ഒരു യുദ്ധം പോലെ അല്ല ഇപ്പൊ നടക്കുന്നത്. ഇസ്രായേലിൽ നിന്നൊന്നും ഒരു വിവരം പുറത്തു വരുന്നില്ല. വളരെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രയാസമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും
വലിയ നാശനഷ്ടം ഉണ്ടാകുന്നൊന്നും അല്ലാതെ തന്നെ നമ്മൾ ചില വഴിയിലൂടെ അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോൾ ഇരുചവി അറിയാതെ പറയുന്ന വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം വളരെ സ്ട്രിക്റ്റ് ആണ് അവിടെയൊക്കെ. ആ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് വാർത്തകളൊന്നും പോകുന്നില്ല. അതേസമയം ഇറാന്റെ വിവരങ്ങളിട്ട് പുറത്തു പോകുന്നുണ്ട് താനും. ഇറാൻ എന്ന് പറഞ്ഞ ഒരു വലിയ രാജ്യമാണ്, ഒരുപാട് വലിയ രാജ്യമാണ്. ഇവർ ചുട്ടുകരിച്ചു, ഇറാൻ ചുട്ടുകരിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചുട്ടുകരിച്ചു എന്നാ? ഇസ്രായേൽ എന്ന് പറയുന്നത് ഇറാന്റെ ഒരു മൂലയ്ക്ക് വെക്കാൻ ഉണ്ടാവില്ല. ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് ഇറാൻ അതിന്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടിവെച്ചിട്ടുള്ള മിസൈൽ എന്താ പറയാ പട്ടണങ്ങൾ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ മിസൈൽ പട്ടണങ്ങളിൽ നിന്ന് ഒന്നിൽ നിന്ന് തൊടുത്തുവിടുന്ന മിസൈലുകൾ മതി ഇസ്രായേലിനെ മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കൊരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ അത്രത്തോളം തുമ്പില്ലാതായിട്ട് ഇറാൻ തകർന്ന എന്ന് പറയുന്ന ചില മാധ്യമങ്ങളും അങ്ങനെ പ്രചരിപ്പിക്കുന്നവരും അവർ ഇസ്രായേലിന്റെ യഥാർത്ഥ കഥ പുറത്തുവിടുന്നുണ്ടോ? ഇല്ല. അത്രത്തോളം ഇസ്രായേൽ ചതഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ക്ഷീണമൊന്നുമില്ല. അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ഇസ്രായേൽ ചതവേൽക്കുന്നത് എന്ന് ആ മരപ്പൊട്ടന്മാര് മനസ്സിലാക്കണതുമില്ല. സത്യത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി അല്ല ഈ യുദ്ധം. ഈ പറഞ്ഞ ഡോളർ ആയാലും ഈ ഹോർമോസ് കടലിടുക്കായാലും ഈ പറഞ്ഞ എണ്ണ വ്യാപാരമായാലും ഇതെല്ലാം ആർക്കാ വേണ്ടിയത്? എല്ലാം അമേരിക്കയ്ക്കാണ് വേണ്ടത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഒരു ബോണസ് കൂടി അവർക്ക് തരുന്നുണ്ട്. ഇന്ത്യയെ നേരിട്ട് ആക്രമിക്കാതെ ഇന്ത്യക്ക് ഒരു ആക്രമണം കൊടുക്കുക. അതിന് കാരണമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിഡിൽ ഈസ്റ്റ് കറൻസിയോ അതല്ലെങ്കിൽ ഇന്ത്യൻ രൂപയോ വെച്ചുകൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു എണ്ണ വ്യാപാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിൽക്കുമ്പോൾ അത് അമേരിക്കൻ ഡോളറിന് ക്ഷീണം ചെയ്ത് അമേരിക്കയ്ക്ക് ഇത് പ്രയാസം ഉണ്ടാക്കും. അതൊന്ന്. രണ്ടാമത്തത് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്, അതുപോലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ഇപ്പൊ അമേരിക്ക ട്രംപ് അണ്ണൻ ഒരു ഡയലോഗ് അടിക്കുന്നത് കണ്ടു, 1 മാസത്തേക്ക് കൂടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു. ആരെ അനുവാദം ചോദിച്ചത്? ഇന്ത്യ ആരോടെങ്കിലും അനുവാദം ചോദിച്ചിട്ടുണ്ടോ? റഷ്യയിൽ നിന്ന് എണ്ണ അന്നേ വാങ്ങുന്നുണ്ട്, ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി വാങ്ങുകയും ചെയ്യും. പക്ഷെ ഇന്ത്യ എന്നത് അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്നുണ്ട്, അമേരിക്ക പറയുന്നതനുസരിച്ച് നിൽക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് കഷ്ടപ്പെടുകയാണ് ട്രംപ്. അതുകൊണ്ടാണ് ഇറാനെ അടിക്കുന്നത്. ഇറാനെ അടിക്കുമ്പോൾ അത് ഇന്ത്യക്ക് ക്ഷീണം ചെയ്യും. കാര്യം ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന എന്താ? വലിയ വിലക്കയറ്റമാണ്. ഇപ്പൊ തന്നെ ഗ്യാസിന് വില കൂടുന്നുണ്ട്, മറ്റു പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റു വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാവും. അത് ഇവിടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇറാനെതിരെ പറയുന്നവർക്കും ഇറാൻ അനുകൂലമായിട്ട് പറയുന്നവർ രണ്ടുപേരും ഒരുപോലെ അനുഭവിക്കേണ്ടി വരും. അല്ലാതെ ഇറാനെതിരെ പറയുന്നവർക്ക് വില കൂടുതലും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർക്ക് വിലക്കുറവൊന്നും ഒരു പരിപാടിയൊന്നുമില്ല. ഇതെന്തൊക്കെ ആയി കഴിഞ്ഞാലും അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യയെ തള്ളിക്കളയുന്ന ഇന്ത്യൻ നിലപാട് ഉണ്ടാവുകയുമില്ല. അതിന് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും നമുക്കറിയാലോ, ഇന്ദിരാഗാന്ധിയുടെ കാലത്തും എല്ലാം ഇന്ത്യ പ്രതിസന്ധിയിലായിപ്പോയ മറ്റ് രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരെ നിന്ന സന്ദർഭത്തിൽ പോലും ഇന്ത്യയെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ കാത്തിട്ടുള്ളത് റഷ്യയാണ്. അതുകൊണ്ടാണ് റഷ്യ ഒരു ആപത്തിൽപ്പെടുമ്പോൾ സാമ്പത്തികമായി റഷ്യ തകരാതിരിക്കാൻ വേണ്ടി ഇന്ത്യ പിടിച്ചു നിർത്തുന്നത്, എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. അത് പക്ഷെ അമേരിക്കയ്ക്ക് പറ്റൂല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലുള്ള ഒരു രാജ്യം, വളർന്നു വരുന്ന രാജ്യം, അത് അമേരിക്കന്റെ കീഴിൽ നിൽക്കണം, മറ്റാരുടെ കീഴിൽ നിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല റഷ്യ എന്നത് അമേരിക്കയുടെ കീഴിലാണെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു ശേഷിയില്ല. അത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഉണ്ടായപ്പോഴൊക്കെ അമേരിക്ക തോറ്റ് പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയ രാജ്യം, ആ രാജ്യത്തെ വെട്ടിമുറിക്കാൻ അവർ കുറെയൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു വലിയ രാജ്യമായി നിൽക്കുന്ന ആ റഷ്യയുടെ പിന്തുണ ഏറ്റവും കൂടുതൽ ഇന്ത്യയോടാണ്. ഇന്ത്യ റഷ്യ ബായി എന്നാണ്. അത് സഹിക്കൂല. അവിടെ എപ്പോഴും ഫ്രണ്ട് എന്ന് പറഞ്ഞാലും ഇനി ട്രംപ് അണ്ണൻ എത്ര ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ 7 എഴുത്ത് പോലും പോകില്ല എന്ന് ട്രംപ് അണ്ണനെ അറിയാം. അതുകൊണ്ട് ഏത് വിധേനയും ഇന്ത്യയെ തകർക്കണം. ഇന്ത്യയെ തകർക്കാൻ റഷ്യയെ ചെന്ന് അടിക്കാൻ പറ്റൂല. പിന്നെ അടിക്കാൻ പറ്റുന്ന ആരെ? ഇറാനെയാണ്. ഇറാനെ അടിക്കുമ്പോൾ നെയ്യപ്പം നിന്ന രണ്ട് കാര്യം എന്ന് പറയുന്ന പോലെ ഇറാനോടുള്ള കലിപ്പും കൊണ്ട് തീർക്കാം, അതുവഴി ഇന്ത്യക്ക് ഒരു കൊട്ടും കൊടുക്കാം. എന്നാൽ ഈ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അമേരിക്കയുടെ കുൽസിത ബുദ്ധിയൊന്നും മനസ്സിലാക്കാതാണ് ചിലരൊക്കെ ഇവിടെ നിന്നുകൊണ്ട് ഇറാനെ ചീത്ത പറയുന്നതും ഇസ്രായേലിനാണ് അനുകൂലിക്കുന്നതും ഇസ്രായേൽ അതിനകത്ത് കയറി ഇടപെടുന്നതും ഒക്കെ. സത്യത്തിൽ ഇതിന്റെ കരുവെന്ന് പറയുന്നത് ഒന്ന് ഇറാനും ഒന്ന് ഇന്ത്യയുമാണ്. ഇസ്രായേൽ ഒരു മീഡിയേറ്റർ മാത്രമാണ്. യുദ്ധത്തിൽ ഇസ്രായേലിനെ അമേരിക്ക ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി യുദ്ധം ചെയ്യുന്നത് അമേരിക്കയും ഇറാനും തമ്മിലാണ്. അതുപോലെ അമേരിക്കയും ഇന്ത്യയും തമ്മിലാണ്. ഇന്ത്യയുമായി നേരിട്ട് യുദ്ധമില്ലെന്നേ ഉള്ളൂ. പക്ഷേ ആ യുദ്ധക്കെടുതികളെല്ലാം ഇന്ത്യ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. Different angles. Don't forget to subscribe and support this channel.